ഹാപ്പി വിഷു ആശംസകൾ എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വിഷുവാണ്. എല്ലാവർക്കും വിഷു ആശംസകൾ ഒന്നുകൂടെ ആശംസിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ വിഷുക്കണി എന്ന് പറയുന്നത്. ഞാനും വേദയും കൂടി അറേഞ്ച് ചെയ്തതാണ്. എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ എല്ലാ വർഷവും ഒരുക്കും പോലെ ഇപ്രാവശ്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിഷു വിശേഷങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൈനീട്ടമൊക്കെ കിട്ടിയോ? എനിക്കും വേദയ്ക്കൊക്കെ കൈനീട്ടം കിട്ടി, കൈനീട്ടം കൊടുത്തു. ഇനി നെട്ടയത്ത് പോകണം, കള്ളിക്കാട് പോകണം, ദീപചേച്ചിയുടെ അവിടെ പോകണം. ദീപചേച്ചിയൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല. പിന്നെ ചീമ വന്നിട്ടുണ്ട് കേട്ടോ, അതിങ്ങനെ പറയാൻ വിട്ടുപോയി. സർപ്രൈസ് ആയിട്ട് ഇന്നലെ വൈകുന്നേരം അവൾ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് കേട്ടോ. അവൾ വന്നിട്ടുണ്ട്. അപ്പോൾ ചീമ സച്ചും ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ അവർക്ക് കൈനീട്ടം കൊടുക്കണം. പിന്നെ ഒരു കുഞ്ഞ് സദ്യ എല്ലാം ഞാൻ ഒരുക്കി കേട്ടോ. സദ്യയൊക്കെ രാവിലെ എഴുന്നേറ്റു. സദ്യ ഒരു കുഞ്ഞ് സദ്യ, അധികമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയെല്ലാം ഒരുക്കി. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിഷു വിശേഷം എന്ന് പറയുന്നത്. ഇനി അടുത്ത് അമ്പലത്തിലേക്കൊന്ന് പോകണം. ജോലികളെല്ലാം രാവിലെ കഴിഞ്ഞു, കുളി കഴിഞ്ഞു. ഇനി പായസം വെക്കാണ്ട് കേട്ടോ. പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പായസം ഞാൻ വച്ചില്ല. ബാക്കി പരിപ്പ്, അവിയൽ, സാമ്പാർ, കിച്ചടി, ഇത്ര തന്നെ, തോരൻ, ഇത്ര മാത്രം വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരം വൈകിക്കണ്ട, ഒന്ന് അമ്പലം വരെ പോയിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാം. ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഡ്ഡലി സാമ്പാറാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി വിഷു. സദ്യ കഴിക്കാനെല്ലാം റെഡിയാണ്. സമയമായില്ല എന്നുള്ളതേ ഉള്ളൂ. വാഴയിലെല്ലാം എടുത്തു. തോരൻ, കിച്ചടി, ബീട്രൂട്ട് കിച്ചടിയാണ്. കളർ വന്നിട്ടില്ല കേട്ടോ. അതെന്താ അങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയില്ല. ബീട്രൂട്ട് കുറച്ചിട്ടുള്ളൂ, അതുണ്ടാവാം. അവിയൽ, പരിപ്പ് കറി, പിന്നെ സാമ്പാർ കിച്ചണിലിരിക്കും കേട്ടോ. ഞാനത് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് വന്നില്ല. പിന്നെ പപ്പടമുണ്ട്. വേദയ്ക്ക് നമ്മുടെ തൈര് മുളക് വറുത്തത് വേണമെന്ന് പറഞ്ഞു, അതും വറുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, പഴം. പായസം ആയിട്ടില്ല, പായസം കൂടി ഉള്ളൂ. അതാണ് ഇന്നത്തെ നമ്മുടെ വിഷു സദ്യ എന്ന് പറയുന്നത്. ഇഞ്ചിക്കറി ഇല്ല, ഇഞ്ചി അച്ചാറില്ല. ഇനി നെട്ടയത്ത് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ഇഞ്ചി അച്ചാർ എടുക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഫസ്റ്റ് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഇടാനിരുന്ന വീഡിയോ ആണ്, പക്ഷെ ഒട്ടും സമയം കിട്ടിയില്ല. രാത്രി ഇന്നലെ സിനിമയ്ക്കൊക്കെ പോയിട്ട് വന്നപ്പോഴേക്കും 12-1 മണിയായി. സെക്കൻഡ് ഷോയ്ക്ക് കേട്ടോ പോയത്. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. സോറി. അപ്പോൾ ഞങ്ങൾ നേരെ വന്നത് പേയാട് ഭജനമഠം റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള റോഡിൽ ഒരു വേണുഗോപാല ക്ഷേത്രമുണ്ട്. വേദയുടെ ഫ്രണ്ട് വേദികയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനൊരു ക്ഷേത്രമുണ്ട്, ഒരു കുഞ്ഞമ്പലമാണ്, വന്നിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഞാൻ യോഗ ക്ലാസ്സിന് വന്നുകൊണ്ടിരുന്നത്. യോഗയ്ക്ക് വരുന്നില്ല, കാരണം എനിക്ക് ചെറിയൊരു ബാക്ക് പെയിനൊക്കെ വന്നപ്പോൾ ഞാനങ്ങ് പതിയെ നിർത്തിയതാണ്. സാറ് നല്ല സാറാണ്, നല്ല ക്ലാസ് കാര്യങ്ങളൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ യോഗയ്ക്കൊക്കെ വന്നുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പം കയറണം എന്ന് പലവട്ടം കരുതിയെങ്കിലും വരാൻ പറ്റിയിട്ടില്ല ഈ അമ്പലത്തിൽ. അങ്ങനെ ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും നിവേദ്യ സമയമാണ്. അതുകൊണ്ട് നടയെല്ലാം അടച്ചൊക്കെയാണ്. ഇപ്പോൾ തുറക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. സത്യം കേട്ടോ, നല്ലൊരു കുഞ്ഞ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ അമ്പലം. ഒരു കുഞ്ഞമ്പലം, കൃഷ്ണൻ്റെ മാത്രമേ ഉള്ളൂ പ്രതിഷ്ഠ കേട്ടോ. വേറെ ഒരു ദേവീദേവന്മാരോ ഒന്നുമില്ല. നല്ലൊരു കൃഷ്ണനും ഒക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു പഴമ കാത്തു സൂക്ഷിക്കുന്ന ഒരു കുഞ്ഞമ്പലം കേട്ടോ. ഞാൻ നമ്മുടെ ട്രിവാൻഡ്രം സൈഡിൽ ഇങ്ങനൊരു അമ്പലം ആദ്യമായിട്ടാണ് കാണുന്നത്. വേറെ ഒന്നുമില്ല, കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. ഒരു ഒരുപാട് പഴക്കം ചെന്ന അമ്പലമാണെന്ന് തോന്നുന്നു. ആ ഒരു രീതിയിലാണ് എല്ലാം കേട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. വിഷു ആണെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ കുഞ്ഞമ്പലം ആയതുകൊണ്ടാവാം അത്യാവശ്യം തിരക്ക്. കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല, കൃഷ്ണൻ മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാവാം വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇത്രയും അടുത്ത് കിടന്നിട്ട് ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി നല്ലൊരു കുഞ്ഞമ്പലമായിരുന്നു കേട്ടോ. ഭഗവാനെ കണ്ടു, കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഭഗവാൻ കൈനീട്ടം തന്നു. 1 രൂപ കൈനീട്ടമൊക്കെയാണ് തന്നത് കേട്ടോ. എന്നിട്ട് നേരെ ഞാനും ഏട്ടനും കൂടി അങ്ങ് വീട്ടിലേക്ക് പോയി. തിരക്കെന്ന് പറയാൻ തിരക്കുണ്ട്, പക്ഷേ ഈ സാധാരണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വിഷു ഇങ്ങനെ അഷ്ടമി രോഹിണിയൊക്കെ വരുമ്പോൾ ഭീകര തിരക്കായിരിക്കും. ആ ഒരു തിരക്ക് ഇവിടെ ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ വേദ വന്നിട്ടില്ല. വേദ രാവിലെ 4 മണിക്കാട്ടോ ഞങ്ങൾ കണി കണ്ടത്. കണി കാണാനായിട്ട് എഴുന്നേറ്റ ശേഷം കിടന്നുറങ്ങാണ്. പിന്നെ ഞാനോട്ട് വിളിക്കാൻ പോയില്ല കേട്ടോ. അവളെ വിളിച്ച് ഉറക്കമെണീപ്പിച്ച് കുളിപ്പിച്ച് നനച്ചൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു നേരമാവും. എൻ്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതുകൊണ്ടാണ് ഞാനും ഏട്ടനും കൂടി പതിങ്ങി പോകുന്നത്. അപ്പോൾ വേദ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. കാരണം നമ്മൾ വന്നപ്പോഴേ നട അടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് താമസിച്ചു. ഇനിയും വീണ്ടും ഇവിടെ നിന്നാൽ വീണ്ടും ലേറ്റ് ആവും. അതുമാത്രമല്ല, ഇനി ഇവിടെ നിന്നിട്ട് വേറെ കാര്യമൊന്നുമില്ല. ഭഗവാനെ കണ്ടു, തൊഴുതു,
നട അടച്ചിട്ടിരുന്ന സമയത്താണ് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇനി ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങളങ്ങ് പോയി. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ ശേഷം പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങില്ല കേട്ടോ. ഉറക്കം വന്നില്ല. പിന്നെ 5 മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റ് കിച്ചണിൽ കയറി എല്ലാ കാര്യങ്ങളൊക്കെ ഒരുക്കി, ഒരു കുഞ്ഞ് സദ്യയൊക്കെ ഒരുക്കി. അതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു. അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴേക്കും വേദ കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചല്ലേ. കള്ളി ഇഡ്ഡലി സാമ്പാർ കഴിച്ചെന്ന് പറയണം, എന്തോ എനിക്കറിയില്ല. സദ്യ ഉണ്ടാക്കി. പായസം വെക്കണ്ടേ? പായസം വെക്കാൻ പോവാം. അങ്ങനെ അമ്പലത്തിൽ പോയി വന്നിട്ട് ഓടി ഞാൻ വന്ന് വേദ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓടി വന്നപ്പോഴേക്കും അവൾ കഴിച്ചിട്ടൊക്കെ ഇരുന്നു ഓൾറെഡി. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്ന പായസം എന്ന് പറയുന്നത് കാരമലൈസ്ഡ് പാലട പായസം, അരിപ്പാലട പായസമാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ പുറകെ ഇടാവേ. ഇഞ്ചോണ്ടടി. താങ്ക് യു. വേദയുടെ കൈനീട്ടമാണ്, വേദയുടെ പോക്കറ്റ് മണി നമുക്ക് കൈനീട്ടം തന്നത്. പായസം വയ്ക്കാടി. എടാ സ്കൂട്ടറിൽ ചന്ദനം ഇരിപ്പുണ്ട്, എടുത്തരും. നമുക്ക് 1 രൂപ കൈനീട്ടം കിട്ടി. അതിൻ്റെ താഴത്തിൽ ചിലപ്പം വെള്ളം കാണും. ഇല്ലേ, കുറച്ച് വെള്ളം നനച്ചിട്ടിടാം. ബാ. ഹാപ്പി വിഷു തേനു. അമ്പലത്തിലൊക്കെ പോയാ? വേദ കൈനീട്ടം കൊടുക്കുക തേനുവിന്. അങ്ങനെ വേദ നമ്മുടെ കണിയിലിരുന്നതിൽ നിന്ന് 1 രൂപ എന്തോ എടുത്ത് കൈനീട്ടം കൊടുക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു 1 രൂപയല്ല 10 രൂപ കൊടുക്കടി എന്ന് പറഞ്ഞു. പിന്നെ അവൾ 10 രൂപ എടുത്ത് കൊടുത്തേ കൈനീട്ടം. അപ്പോൾ ഞാനും വേദയും കൂടി കാരമലൈസ്ഡ് പാലട പായസം ഉണ്ടാക്കുകയാണ്. വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബോളി കാണിച്ചില്ല. അപ്പോൾ പായസം കൊണ്ട് നെട്ടയത്ത് പോകാമെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. പായസം വയ്ക്കാൻ പോവാണ്. അതിൻ്റെ വീഡിയോ ഇപ്പം നമ്മൾ കാണിക്കില്ല, അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പോൾ പായസം വെച്ചിട്ട് വരാവേ. ഇതേ നമ്മൾ പായസത്തിൻ്റെ ഏകദേശം 90% ജോലി കഴിഞ്ഞിട്ടുണ്ട്. അരിപ്പാലട പായസമാണ് വയ്ക്കുന്നത്. അങ്ങനെ നമ്മുടെ വിഷു സ്പെഷ്യൽ പാൽ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി പായസം കൊണ്ട് ഞാൻ നേരെ നെട്ടയത്തേക്ക് പോവുകയാണ്. നെട്ടയത്ത് പോയി അമ്മയച്ചനെ കണ്ട് കൈനീട്ടം കൊടുത്തിട്ട് വരാം. കള്ളിക്കാട് ഏട്ടൻ പോയിരിക്കുകയാണ്, പോകാൻ പറ്റിയില്ല, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇനി ഒരു ദിവസം പോകാം കേട്ടോ. ഞാൻ കുറച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുടിച്ചോക്ക്, ചൂടുണ്ടോന്ന് തോന്നുന്നു. നല്ല പായസം. ഇത് നെട്ടയത്തുണ്ടോ പാനെ? ഇത് തേനുവിൻ്റെ അവിടെ കൊടുക്കാനേ. ഞാൻ ഇപ്പോഴത്തെ ആദൂസിൻ്റെ അവിടെ കൊടുക്കണം. ഇവിടെയൊക്കെ കൊടുക്കണതിന് കരുതിയാണ് ഞാൻ ഇത്രയും ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇത്രയൊന്നും ഉണ്ടാക്കൂല. പക്ഷെ അന്ന് വേദയുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കി അത്രയും ടേസ്റ്റ് ഇല്ല. വേദം തേനും ഇപ്പോൾ പായസം കുടിക്കണ? തേനും ഇപ്പോൾ കുടിക്കണ? ഇത് തേനുവിൻ്റെ അവിടെ, ഇത് ആദൂസിൻ്റെ അവിടെ. ആദൂസിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞ പെരുന്നാളിന് കുറേ സാധനങ്ങൾ കൊണ്ട് തന്നു. ബിരിയാണി, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പായസം. അപ്പോൾ അവരുടെ പാത്രമാണിത്, തൂക്കുപാത്രം. അപ്പം ഞാൻ ഈ പായസം കൊണ്ട് നെട്ടയത്ത് പോയിട്ട് വരാം. വേദ പറഞ്ഞില്ലല്ലോ. വേദയോട് ചോദിച്ചപ്പം വേദ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒട്ടും വെയിറ്റ് ചെയ്തില്ല, നേരെ നെട്ടയത്ത് പോയിട്ട് വന്ന് വേണം ഇനി ഊണൊക്കെ കഴിക്കാനായിട്ട്. പോകും വഴി മാങ്ങ എല്ലാം വാങ്ങിച്ചിട്ട് പോയി. അവിടെ മാങ്ങ അത്യാവശ്യം ചിലവാകുന്ന കാര്യമാണ് നെട്ടയത്ത്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് മാങ്ങയും വാങ്ങിച്ചിട്ടാണ് പോയത്. അമ്മ സദ്യയൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. എല്ലാ വർഷവും അമ്മ സദ്യയൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഇപ്രാവശ്യം സദ്യയൊന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ എൻ്റെ അവിടെ വിളിച്ചപ്പോഴേക്കും പറഞ്ഞു ചീമയില്ലാത്തതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യപ്പെട്ട് ഇപ്പോൾ പോകുന്നത്. പായസവും വെച്ച് കുറച്ച് ബോളിയും വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതി. ബോളി വീട്ടിലത്തേക്കും നമ്മുടെ വീട്ടിലത്തേക്കും വാങ്ങിക്കണം. വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോളി. അപ്പം നെട്ടയത്ത് ചൂടോടെ ബോളി ഉണ്ടാക്കുന്ന ഒരു കടയുണ്ട്, നല്ല ബോളി കേട്ടോ. അവിടെ വന്നപ്പോൾ ബോളി ഒന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നില്ല. ഞാൻ കരുതി ഈശ്വര ബോളി ഇല്ലേന്ന് ചോദിച്ചപ്പോൾ അകത്ത് കയറിയപ്പോൾ ഓൾറെഡി അവിടെ ഉണ്ടാക്കി കഴിഞ്ഞ് പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബോളി വേണമെന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് വാങ്ങി. നെട്ടയത്തേക്ക് സെപ്പറേറ്റ് ബോളി, നമ്മുടെ വീട്ടിലത്തേക്കും സെപ്പറേറ്റ് ബോളി വാങ്ങി പാഴ്സൽ ചെയ്തെടുത്തു. അപ്പോൾ പാലട പായസമല്ലേ, അതുകൊണ്ട് ബോളി. എനിക്ക് ഈ ട്രിവാൻഡ്രംകാരുടെ ഒരു ഭയങ്കര ഇതാണ് ബോളി പാൽപ്പായസം കോമ്പിനേഷൻ. പക്ഷേ എന്തോ എനിക്ക് ആ ഒരു
കോമ്പിനേഷനോട് വലിയ താല്പര്യമില്ല. വെറും പായസമായിട്ട് കഴിക്കാനാണ് ഇഷ്ടം. ബോളി കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ബോളിയും വാങ്ങി പായസവും വാങ്ങി പഴമല്ല ഞാൻ വീട്ടിൽ കണിക്ക് വെച്ചിരുന്ന പഴം എടുത്തുകൊണ്ടു. അവിടെ ഇരുന്നാൽ ഇനി അതിരുന്ന് വേസ്റ്റ് ആവും. അങ്ങനെ വീട്ടിൽ വെച്ചിരുന്ന കണിക്ക് വെച്ചിരുന്ന പഴവും മാങ്ങയൊക്കെ വാങ്ങിപ്പോയി കൈനീട്ടം കൊടുത്തു. അച്ഛനും അമ്മയ്ക്കും കൂടി കൈനീട്ടം കൊടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ 500 രൂപയാണ് കൈനീട്ടം കൊടുത്തു. ഞാൻ പറഞ്ഞു ഡബിളായിട്ട് തിരിച്ച് തരാൻ പറഞ്ഞു. എടുത്തേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, കുറച്ച് മതി എന്ന് പറഞ്ഞു. അമ്മ പൈസ എടുത്തപ്പോൾ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അമ്മ വേദയ്ക്കും എനിക്കും കൂടി തന്നു. അച്ഛനുണ്ടെങ്കിലും അച്ഛൻ ഇങ്ങനെയൊക്കെ കൈനീട്ടം തരത്തുള്ളൂ കേട്ടോ. അങ്ങനെയുണ്ട്. പിന്നെ വേറുള്ള കാര്യങ്ങൾക്കെല്ലാം അച്ഛൻ ചിലവാക്കുന്നുണ്ട്. എൻ്റെ കയ്യിലില്ലായിരുന്ന സമയത്തും എനിക്ക് നിറയെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ പരിഭവവും പരാതിയൊന്നുമില്ല. അമ്മ 500 രൂപ തന്നു കേട്ടോ. ഞാൻ പറഞ്ഞു വേണ്ട, അമ്മയ്ക്ക് എവിടെ നിന്ന് ഈ പിക്കിളൊക്കെ ചെയ്ത് കിട്ടുന്ന കാശൊക്കെ അല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട് അമ്മയുടെ നിന്നും കുറച്ച് പൈസ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ സദ്യ ഇല്ലയെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വീട്ടിൽ വന്നപ്പോഴേക്കും സദ്യ എല്ലാം ഉണ്ടായിരുന്നു. അച്ഛന് സദ്യ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് സദ്യ അമ്മയും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പായസം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭാഗ്യത്തിൽ പായസം ഞാൻ കൊണ്ടു കൊടുത്തു. അപ്പോൾ സദ്യ നെട്ടയത്തും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. ഏട്ടനും വന്ന് പൈസയൊക്കെ കൈനീട്ടം കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏട്ടനാന്ന് തോന്നുന്നു 1-ാം തീയതി ഇരുന്നത്. നെട്ടയത്ത് പോയിട്ട് വന്നു. ഇനി നമുക്ക് സദ്യ കഴിക്കാം. സദ്യ കഴിക്കാനുള്ള സമയമായി, താമസിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കുറച്ച് സമയം പോലും നിൽക്കാതെ ഓടി വന്നത്. സദ്യ കഴിക്കണ്ടേ? കഴിക്കാം തേനു. അപ്പോൾ ഇന്ന് നമ്മളെ ഗസ്റ്റ് എന്ന് പറയണത് തേനുമാണ്. തേനു മാത്രമാണ് നമുക്കിന്ന് സദ്യ കഴിക്കാനുള്ളത്. അത് നമുക്ക് കഴിക്കാം. ചീമ കഴിച്ചിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ട് വരും. അച്ചി മമ്മി നിനക്ക് കൈനീട്ടം തന്നു. ഇതാ 100 രൂപയുടെ. എനിക്കും തന്നത് 200 രൂപ. വേദയ്ക്ക് അത്യാവശ്യം വിഷു കൈനീട്ടം കളക്ഷനൊക്കെ കിട്ടി കേട്ടോ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ ചീമ തരാനുണ്ട്. കള്ളിക്കാട് ഞാൻ ആക്ച്വലി ഞാനും ഏട്ടനും കൂടെ വഴക്കായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇത്രയും പാടുപെട്ട് രാവിലെ എഴുന്നേറ്റു സദ്യയെല്ലാം ഒരുക്കിയപ്പോൾ സദ്യ കുറച്ച് ഐറ്റംസേ ഉള്ളെങ്കിലും രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇത്രയൊക്കെ റെഡിയാക്കണ്ടേ. റെഡിയാക്കിയപ്പോൾ പറഞ്ഞു എനിക്ക് സദ്യ ഒന്നും വേണ്ട, ഞാൻ എന്തെങ്കിലും വെച്ച് കഴിച്ചോളാം, ഞാൻ അവിയലും ചോറും കഴിച്ചോളാം, വേറെ ഒരു കറിയും വേണ്ടാന്ന്. ദേഷ്യം വരുമില്ലയോ ഇത്ര നല്ല ദിവസമായിട്ട്. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. പത്തി ഒന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടൊന്നും പറഞ്ഞില്ല. അവിയലും മാത്രം വെച്ചാണ് കഴിച്ചത്. രാവിലെ ഇഡ്ഡലിയുടെ സാമ്പാർ കൂട്ടിയില്ല. ഇഡ്ഡലി അവിയൽ, ഉച്ചയ്ക്ക് ചോറ് അവിയൽ, ഇതൊക്കെയായിരുന്നു ഏട്ടൻ്റെ ഇന്നലത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ദേഷ്യമുള്ളതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല. അപ്പോൾ നെട്ടയത്ത് പോണത് കാര്യവും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്നോട് പറഞ്ഞു വൈകുന്നേരം നെട്ടയത്ത് പോകാമെന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. കാരണം വൈകിട്ട് പോകാൻ ഞാൻ പായസം കൊണ്ട് കൊടുക്കണമെന്ന് കരുതിയിട്ടാണ് വൈകിട്ടെന്നുള്ളത് രാവിലത്തേക്ക് മാറ്റിയത്, ഉച്ചത്തേക്ക് മാറ്റിയത്. ഏട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. കാരണം ഈ ദേഷ്യം എന്നോടുള്ളത് കൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. അതാണ് ഏട്ടൻ നെട്ടയത്ത് പോയ കാര്യം ഞാൻ അറിയാത്തതും കൈനീട്ടം കൊടുത്തു എന്നൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരുമിച്ച് പോയാൽ മതിയായിരുന്നു. അമ്പലത്തിൽ പോയിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഏട്ടൻ ഇങ്ങനെ എന്തൊക്കെ ചോദിച്ചു ഞാനൊന്നും മിണ്ടാൻ നിന്ന് ഏട്ടൻ അപ്പോഴേ പോയി. അപ്പം ഞാൻ കരുതി പോയിട്ട് കുറേ സമയം കഴിഞ്ഞാണ് ഏട്ടൻ വന്നത്. അപ്പം ഞാൻ കരുതി ഏട്ടൻ കള്ളിക്കാട് പോയിട്ടുണ്ടെന്ന്. പക്ഷേ ഏട്ടൻ കള്ളിക്കാട് പോയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഊണും കഴിച്ചിട്ട് ഞങ്ങൾ കള്ളിക്കാട് പോയി. ഊണ് കഴിച്ച് ഞാൻ വീഡിയോ എല്ലാം എൻഡ് ചെയ്തിരുന്നപ്പോഴാണ് പറയുന്നത് കള്ളിക്കാട് ഞാൻ വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നേരത്തെ പോയില്ല. ഇല്ല ഞാൻ പോയില്ല, ഞാൻ തച്ചോട്ടാവിൽ വൈദ്യൻ്റെ അടുത്ത് പോയിരിക്കുകയായിരുന്നു. തച്ചോട്ടാവിൽ ഒരു വൈദ്യനാട്ടോ ഏട്ടൻ കാണുന്നത്. അപ്പോഴാണ് ഞാൻ പിന്നെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ കള്ളിക്കാട് പോയിട്ടോ. സത്യം പറഞ്ഞാൽ സദ്യയും കഴിച്ചിട്ട് വീഡിയോ എൻഡ് ആയിരുന്നു എൻ്റെ പരിപാടി. എൻഡ് ചെയ്തു, വീഡിയോ എല്ലാം എടുത്തു. അപ്പോഴാണ് കള്ളിക്കാട് പോകുന്ന കാര്യം ഇറങ്ങിയിട്ട് പിന്നെ കള്ളിക്കാട് ആ വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെട്ടയത്ത് പോയിട്ട് ഞാൻ പറഞ്ഞില്ല അധിക സമയം നിന്നില്ല. പെട്ടെന്ന് തന്നെ വന്നു. ജസ്റ്റ് കയറി കൈനീട്ടം കൊടുത്തു, തിരിച്ചപ്പോഴേ ഇങ്ങനെ വന്നു. ഊണൊക്കെ കഴിക്കാനുള്ള സമയമായി. തേനും ഒന്നും ഇവിടുന്ന് കഴിക്കുന്നു എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തേനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഞങ്ങൾ 12:30-1 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാം. അപ്പോൾ ആ സമയമൊക്കെ കഴിഞ്ഞ് വരുന്നതുകൊണ്ട് ഓടി വന്നു കേട്ടോ. വന്നുടനെ സദ്യക്ക് ഇലയിട്ടു. ഐറ്റംസ് എല്ലാം വിളമ്പുകയാണ്. സത്യമായിട്ടും എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. സദ്യ വിളമ്പൽ ഇലയിടാൻ പോലും എനിക്ക് സത്യമായിട്ട് എങ്ങോട്ട് ഇതിൻ്റെ തുമ്പിടുന്ന ഒരു ഇതുണ്ടല്ലോ, അതെങ്ങോട്ടേക്ക് ഇടണമെന്ന് അറിയില്ല. ഇപ്പോഴാണ് ഞാനൊന്ന് കുറച്ച് പഠിച്ചത് കേട്ടോ. നമ്മൾ ഈ സദ്യ കഴിക്കാനിരിക്കുമ്പോൾ ഇതൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കത്തില്ലല്ലോ. അങ്ങനെ വലിയ വിളമ്പൂല്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരും, അതനുസരിച്ച് അങ്ങ് വിളമ്പൂന്നല്ലാണ്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് നിന്ന് വിളമ്പുന്നത്. എപ്പോഴും അമ്മയൊക്കെ കാണും സദ്യ നമ്മൾ ഉണ്ടാക്കിയാൽ ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടാകും. ഇപ്പോഴാണ് ആരുമില്ലാതെ നമ്മൾ മാത്രമായിട്ട് വിളമ്പുന്നത്. അപ്പോൾ ടോട്ടൽ കൺഫ്യൂഷൻ. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, പച്ചടി. ഞാൻ കരുതി അവിയൽ തോരനാണെന്ന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞില്ല തോരൻ അവിയലാണെന്ന്. അങ്ങനെ ഫുൾ കൺഫ്യൂഷനോട് കൂടി തോരൻ അവിയലൊക്കെ വെച്ചു. പപ്പടം, ചിപ്സ്, ശർക്കര വരട്ടി, മുളക് വറുത്തത്, പഴം, നാരങ്ങ, മാങ്ങ, കിച്ചടി, തോരൻ, അവിയൽ. ഇത്രയാണ് നമ്മുടെ മെനു എന്ന് പറയുന്നത്. ഞാൻ വേറൊന്നും ഉണ്ടാക്കിയില്ല. സാമ്പാർ, പരിപ്പ് വെച്ച് കേട്ടോ.
ഒരു കുക്കർ സാമ്പാർ വെച്ച് ഒരു മനുഷ്യർ തൊട്ടിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റിന് ഞാനുള്ളപ്പോഴാണ് വേദ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെങ്കിൽ കുറച്ച് കഷ്ണമൊക്കെ ഞാൻ എടുത്ത് കൊടുത്താൽ വേദ ഒരു സ്പൂൺ കറി എന്തോ എടുത്ത് കഴിച്ചിട്ടാണ് ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഇരിപ്പുണ്ട്. ഉച്ചയ്ക്ക് പിള്ളേർക്ക് ആർക്കും സാമ്പാറൊന്നും വേണ്ട. സാമ്പാർ ആരും എടുത്തില്ല, ഞാൻ മാത്രം. ഒരു തവി കഷ്ണമൊന്നുമില്ല കേട്ടോ, കറി മാത്രമായിട്ട് ഞാനും ഈ പറയുന്നുവെങ്കിൽ കഷ്ണമൊന്നും എടുക്കത്തില്ല, കറി മാത്രമേ എടുക്കത്തുള്ളൂ. അങ്ങനെ ഞാനും ഒരു തവി കറി മാത്രം എടുത്തിട്ട് ബാക്കി അതുപോലെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു നാളെ ഇത് തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷേ ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ വളരെ കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ. തോരനും അവിയലും കട്ട് ചെയ്തപ്പോൾ കുറച്ചുണ്ടായിരുന്നു, അതിൽ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം എടുത്തിട്ട് ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക കേട്ടോ. ഒന്നും കുക്ക് ചെയ്തിട്ടില്ല, കുറച്ച് മാത്രം കുക്ക് ചെയ്തു. അതിൽ തോരനും അവിയലും ഒക്കെ കഴിഞ്ഞു. ഇനി കിച്ചടി ഉണ്ട്. കിച്ചടി കളറില്ല കേട്ടോ, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അത് ഞാൻ ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയാട്ടോ ഇട്ടത്, അപ്പോൾ അതുകൊണ്ട് കളറില്ലാത്തതാവാം. അപ്പോൾ കിച്ചടി ഉണ്ട്, കിച്ചടി ബാക്കി എന്തായാലും വരും. പരിപ്പൊക്കെ വളരെ കുറച്ചേ വെച്ചിട്ടുള്ളൂ. പിന്നെ പായസം. സാമ്പാർ നന്നായിട്ട് അധികം വന്നിട്ടുണ്ട്, ആരും കഴിക്കാത്തതുകൊണ്ടാണ്. കഴിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ രാവിലെ ആരും എടുത്തില്ല, ഉച്ചയ്ക്ക് ആരും എടുത്തില്ല. ഉച്ചയ്ക്കും രാവിലെയും കൂടി എടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് സാമ്പാർ കഴിഞ്ഞാൽ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പച്ചക്കറികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ഞാൻ ഇലയിൽ കോരി വെച്ചിട്ടുണ്ട്. ഏട്ടന് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഏട്ടന് അവിയൽ മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ 3 പേരുടെയും ഇലയിൽ വെച്ചു. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ കഴിക്കുന്നില്ല, വീഡിയോ എടുത്ത് തരാം, നിങ്ങൾ കഴിക്കുമെന്ന് പറഞ്ഞു. ഒരുമിച്ച് ഇരുന്നിട്ടും അർത്ഥമൊന്നുമില്ലല്ലോ, സദ്യയൊന്നും കഴിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാനും കരുതി ഓക്കെ എന്ന് കരുതിയിട്ട് പിള്ളേർക്കും ഞാനും കൂടെ ഇലയിട്ടു, ചോറിട്ടു, പരിപ്പെല്ലാം ഒഴിച്ചു. അതിൽ വേദ നെയ്യൊക്കെ കാര്യമായിട്ട് ഒഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് നെയ്യൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അല്ലാതെ എടുത്തു. പക്ഷേ ഞാൻ വച്ചതിൽ ഏറ്റവും ബെസ്റ്റ് പരിപ്പായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പരിപ്പ്. തോരൻ അവിയൽ ഞാൻ വേദയോടും തേനുവിനോടും പറഞ്ഞു ഇലയിലിരിക്കുന്നത് കംപ്ലീറ്റ് കഴിച്ചിട്ട് എണീറ്റോളണം. നിങ്ങൾ ഇന്നത്തെ ദിവസം കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ ഞാൻ നിലയിൽ വെച്ചതെല്ലാം കഴിക്കണമെന്ന് പറഞ്ഞു. പാവം പിള്ളേർ പരിപ്പും ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ അത് കഴിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ആവശ്യമുള്ളത് മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ പരിപ്പും ചോറൊക്കെ കഴിച്ചു. പക്ഷെ പരിപ്പ് സൂപ്പറാട്ടോ. ഇവിടെ വീട്ടിൽ ഞാനിവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഓൾറെഡി പിളർന്ന പരിപ്പ് വാങ്ങി വയ്ക്കുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ അതുകൊണ്ടാണോ എന്നറിയില്ല, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഈ പരിപ്പ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല, ഇന്ന് വെച്ച പരിപ്പിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിയൽ, നമ്മുടെ ഇന്നലത്തെ കുക്കർ അവിയലാണ് ഞാൻ വെച്ചത്. ഇന്നലെ വെച്ച പോലത്തെ കുക്കർ അവിയലാണ് വെച്ചത്. അമ്മ എൻ്റെ അവിയൽ വെപ്പ് കണ്ടിട്ട് അമ്മയും അവിയൽ വെച്ചു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. കുക്കറിൽ എളുപ്പമുണ്ട്, പെട്ടെന്ന് വയ്ക്കാനും പറ്റും. ഒരു 2 വിസിലൊക്കെ വേണമെങ്കിൽ കേൾപ്പിക്കാം കേട്ടോ. ഒരു വിസിൽ മതിയാവും, ചിലർക്ക് ഇനി വെന്ത് വേണമെങ്കിൽ 2 വിസിലൊക്കെ കേൾപ്പിക്കാം. കുക്കറിലെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച ശേഷം ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ഏട്ടന് ഇപ്പോൾ എണ്ണയൊന്നും പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്നലെ ഞാൻ വീഡിയോ കാണിച്ചപ്പോൾ അവിയലിൽ എണ്ണ ഒഴിക്കാത്തത്. അപ്പോൾ എണ്ണയോടെ ഒഴിച്ചാൽ, പച്ച വെളിച്ചെണ്ണയോട് ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആവും. അങ്ങനെ പിള്ളേരും ഞാനും കൂടി കഴിക്കുകയാണ്. വേറെ ആരും ഇവിടെ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് തേനുവിനെ മാത്രം ഊണ് കഴിക്കാനായിട്ട് വിളിച്ചത്. തേനുവിൻ്റെ അമ്മൂമ്മയും വിളിച്ചു. അപ്പോൾ തേനുവിൻ്റെ മാമനും മാമിയും മാമിയുടെ മക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ആൻറ്റിക്ക് വന്ന് കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കാൻ നമ്മളത്രയും കൂട്ടുമല്ല, ആൻറ്റിയും തേനുമായിട്ട് മാത്രമേ കൂട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് തേനുവിനെ മാത്രം വിളിച്ചത്. പക്ഷേ തേനു വന്ന് കഴിച്ചില്ലേ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും സദ്യ വേണ്ടാത്തത് കൊണ്ട് ആരും വന്ന് കഴിക്കത്തില്ല. എന്തായാലും തേനു വന്ന് കഴിച്ചില്ലേ. അങ്ങനെ എന്തായാലും ഞാനും ഒരു കുഞ്ഞ് സദ്യയെല്ലാം ഒരുക്കി. ഈ ട്രിവാൻഡ്രം സൈഡിൽ കണി വയ്ക്കുക എന്നുള്ളതല്ലാണ്ട് സദ്യ പോലും പല വീടുകളിലും അല്ല, ഒരു 80% വീടുകളിലും സദ്യയൊന്നും ഉണ്ടാവത്തില്ല. വളരെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ സദ്യയൊക്കെ വിഷുവിന് ഈ ട്രിവാൻഡ്രം സൈഡിലോട്ട് ഉണ്ടാക്കത്തുള്ളൂ. നമുക്കിവിടെ ദീപാവലിയൊക്കെ ഭയങ്കര ആഘോഷമാണ്, പക്ഷേ അങ്ങോട്ടൊക്കെ ദീപാവലി വലിയ ആഘോഷമില്ല. വിഷു ഇത്രയേ ഉള്ളൂ കേട്ടോ, ഭയങ്കര വലിയ സെലിബ്രേഷനൊന്നുമില്ല. പിന്നെ ഒരു അവധി കിട്ടും, അത്ര തന്നെ. എന്തായാലും നമ്മൾ ആഘോഷിച്ചു, നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി പടക്കം പൊട്ടിക്കലോ വേറെ ഒന്നുമില്ല. ഇതോടുകൂടി ഓണസദ്യ അല്ലല്ലോ, വിഷു സദ്യ കഴിച്ച് കഴിഞ്ഞതോടുകൂടി നമ്മുടെ വിഷു ആഘോഷം ഇവിടെ കഴിയും. അതും ഞാൻ പറഞ്ഞില്ലേ, സദ്യ ഒരുക്കി കഴിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഇല്ലാത്തവർക്കില്ല. എന്തായാലും നമ്മൾ കുഞ്ഞൊരു സദ്യയെല്ലാം ഒരുക്കി നമ്മുടെ വിഷു ആഘോഷം ഇവിടെ കഴിയുകയാണ്. സത്യം പറയാലോ, വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ കുറേ നാൾ മീൻ, മുട്ട, ഇറച്ചിയൊന്നും കഴിക്കില്ല, പ്യുവർ വെജ് ആയിരുന്നു. അപ്പോൾ എന്നെ കരുതി എന്തായാലും അമ്മ സദ്യയൊക്കെ ഒരുക്കും. പക്ഷെ അതിൻ്റെ കൂട്ടത്ത് ഓലനും കൂട്ടുകറിയും പിന്നെ എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. അതെല്ലാം ഉണ്ടെങ്കിലും ഞാൻ സദ്യ കംപ്ലീറ്റ് കഴിക്കത്തുള്ളൂ. അപ്പം ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, പാവം എത്ര പാടുപെട്ടാണല്ലേ ഒരാൾ മാത്രം നിന്ന് നമ്മൾ വയ്ക്കുമ്പോൾ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇത്രയും കറി വെച്ചപ്പോൾ തന്നെ ഞാനാകെ ടയേർഡായി. അതിൻ്റെ കൂട്ടത്തെ പാവം പണ്ട് അമ്മ വയ്ക്കുമ്പോൾ ഓലനും കൂട്ടുകറിയും എല്ലാമൊക്കെ വയ്ക്കണത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും സമ്മതിച്ച് കൊടുത്തു. അങ്ങനെ നമ്മൾ പിള്ളേരും ഞങ്ങളും എല്ലാവരും കൂടി കഴിച്ച് ഞാൻ ഇവിടെ വീഡിയോ എൻഡ് ചെയ്യാനായിട്ടിരുന്നതാണ്. എല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം ബോളിയും പാൽപ്പായസവും. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബോളിയും പാൽപ്പായസം ഇഷ്ടമല്ലാത്തതുകൊണ്ട് പായസം മാത്രമായിട്ട് കഴിച്ചു. വേദയും തേനും ബോളിയും പാൽപ്പായസം കൂടെ കഴിച്ചേ. ഓക്കെ, ഞാൻ ഇവിടെ വീഡിയോ എൻഡ് ചെയ്യാനിരുന്നതാണ്. അപ്പോഴാണ് ഏട്ടൻ കള്ളിക്കാട് പോയില്ല എന്നറിഞ്ഞത്. പിന്നെ കള്ളിക്കാട് കൂടി പോയി ഒരു കുഞ്ഞ് വീഡിയോ എല്ലാം കൂടി എടുത്തു.
അപ്പോൾ എന്തായാലും ഈ പായസത്തിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. പായസം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ വേദയുടെ ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കിയ പായസത്തിൻ്റെ അത്രയും ടേസ്റ്റ് വന്നിട്ടില്ല. എന്ത് പറ്റിയെന്ന് അറിയോ, ഞാൻ വീഡിയോ എടുത്ത് ഷുഗർ കാരമലൈസ് ചെയ്തപ്പോൾ കുറച്ച് സമയം കൂടുതലെടുത്ത് കാരമലൈസ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റി, നല്ല കളറ് കാര്യങ്ങളൊക്കെ കിട്ടി, ചെറിയൊരു കയ്പുണ്ടായി. അതാണ് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് മധുരമൊക്കെ ഉണ്ടെങ്കിലും ഒരു ചെറിയൊരു കയ്പ്, ഷുഗർ കാരമലൈസ് ആയി കൂടിപ്പോയതിൻ്റെ ഒരു കയ്പ് പായസത്തിനുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പായസം സൂപ്പറാണ്. ആ കാരമലൈസ് ചെയ്യുമ്പം അത്രയും സമയം എടുക്കാണ്ട് നിങ്ങൾ കാരമലൈസ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ പായസം കുടിച്ചു. വേദയും തേനും ബോളിയും പാൽപ്പായസമൊക്കെ കുടിച്ചു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ വിഷു സെലിബ്രേഷൻ കഴിയുകയാണ്. സച്ചിനോടും ജീമയോടും രാവിലെ തന്നെ വരണമെന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും കണ്ടിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇനി ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ കള്ളിക്കാട് പോവുകയാണ്, നിങ്ങൾ ഉച്ചയ്ക്ക് വരണ്ട, ഞാൻ വൈകിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈകിട്ട് സച്ചിന് വർക്ക് കൊണ്ട് വരാൻ പറ്റില്ല, ചീമ മാത്രം വരാമെന്ന് പറഞ്ഞു. പിന്നെ ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും നടക്കണമല്ലോ, അപ്പോൾ ചീമ മാത്രം വരട്ടെ എന്ന് കരുതി അങ്ങനെ നമ്മൾ സദ്യ കഴിച്ചിട്ട് ഞാനൊന്ന് റെസ്റ്റ് എടുത്ത്. അപ്പോൾ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റത്തില്ലേ, പിന്നെ ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. പിന്നെ 5 മണിയായപ്പോൾ ആ കിച്ചണിൽ കയറി ഫുൾ ജോലികളെല്ലാം തീർത്തു. അമ്പലത്തിൽ പോയി 2 വീഡിയോസ് കുഞ്ഞു ഷോർട്സ് എല്ലാം ഇൻസ്റ്റയിലൊക്കെ ഇട്ടു. പിന്നെ പായസം വെച്ചു, നെട്ടയത്ത് പോയി വന്ന് സദ്യ കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്കൊന്ന് സുഖമായിട്ട് കിടക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡ്രസ്സെല്ലാം മാറി ഒന്ന് സെറ്റിയിൽ വന്ന്, എനിക്ക് ഉച്ചയ്ക്ക് ആ സെറ്റിയിൽ വന്ന് ഇങ്ങനെ കിടക്കണം കിട്ടുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അത് വേറെയാണേ. അങ്ങനെ വന്ന് ഫോണിലെല്ലാം നോക്കി കിടക്കാൻ റെഡിയായി വന്നപ്പോഴാണ് ഏട്ടൻ വന്ന് പറഞ്ഞത് ഞാൻ കള്ളിക്കാട് പോകുന്നു. പിന്നെ ഞാൻ കേട്ടോ ഏട്ടാ ഈ ഡ്രസ്സ് മാറുന്നതിന് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങ് മാറാതെ അങ്ങ് ഇരിക്കുമായിരുന്നല്ലോ, ആ ഒരു ജോലിയെങ്കിലും മാറി കിട്ടിയാനല്ലോ. പിന്നെ പെട്ടെന്ന് ചെന്ന് വീണ്ടും ഡ്രസ്സെല്ലാം എടുത്തിട്ടിട്ട് നേരെ നമ്മൾ കള്ളിക്കാടേക്ക് പോയട്ടോ. അപ്പോൾ പോകും വഴി ഇത് ഞാൻ വീഡിയോ എൻഡ് ചെയ്യുന്നത് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ വോയിസ് മ്യൂട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. സത്യമായിട്ടും അവിടെ വെച്ച് ഞാൻ എൻഡ് ചെയ്യാൻ കരുതിയാണ്. പിന്നെ കള്ളിക്കാട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണെങ്കിൽ പിന്നെ അത് മ്യൂട്ട് ചെയ്ത് കള്ളിക്കാട് വീഡിയോ കൂടി കാണിക്കാമെന്ന് എഴുതിയതേ. അങ്ങനെ എന്താ പറഞ്ഞത്, കള്ളിക്കാട് ഒരു 3 മണിയൊക്കെ ആയി നമ്മൾ കള്ളിക്കാടേക്ക് ഇറങ്ങിയപ്പോഴേക്കും. അങ്ങനെ ഏട്ടൻ പ്രകൃതി രമണീയത ആസ്വദിച്ചുകൊണ്ട് ഈ റോഡിലേക്ക് കൂടെ പോവുകയാണ്. അവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ടേക്ക് ഡൈവേർഷൻ, റോഡ് ക്ലോസ്ഡ്. ആ ബോർഡും കണ്ടിട്ട് അഹങ്കാരം കൊണ്ട് തള്ളി പിടിച്ചുകൊണ്ട് പോയപ്പോൾ എന്ത് പറ്റി, റോഡ് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ തിരിച്ച് കുറേ ദൂരം വരേണ്ടി വന്നു കേട്ടോ. കുറേ ദൂരം പോയപ്പോഴാണ് റോഡ് ക്ലോസ്ഡ്, പിന്നെ തിരിച്ച് വരേണ്ടി വന്നു. വന്നിട്ട് കള്ളിക്കാട് ജംഗ്ഷനിൽ നിന്ന് സുഖിയാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം വാങ്ങി. നമ്മൾ സുഖിയാൻ എന്ന് പറയുന്നത് എന്തിനാണ്, മോദകം, ഈ മാവിലകത്ത് പയറും ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള ആ സാധനമാണ്. പക്ഷേ ആ സാധനമല്ല ഇവിടുത്തെ സുഖിയാൻ എന്ന് പറയുന്നത്, വേറെന്തോ ഒരു സാധനമാണ്. അത് കള്ളിക്കാട് അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ്. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു പോയി കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ പൊങ്കാല കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ നിന്ന് ഉള്ളിവട വാങ്ങിയായിരുന്നു കേട്ടോ. ഭയങ്കര ക്രിസ്പി മുരുമുര ഉള്ളിവടയായിരുന്നു. എനിക്ക് ഉള്ളിവട ഇഷ്ടമല്ല കേട്ടോ. സാധാരണ ഉള്ളിവട വാങ്ങിയാൽ അതിൻ്റെ അകം വേവാത്ത പോലെ ഇരിക്കും. അപ്പോൾ അന്ന് അതുകൊണ്ട് 2 എണ്ണം മാത്രം അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാത്രം വാങ്ങി. വീട്ടിൽ കൊണ്ട് ചെന്നപ്പോൾ നല്ല കരിമുരി ഇരിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും വേണം, അതിനടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം പോയപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നില്ല. വൈകിട്ട് മാത്രമേ ചായക്ക് കടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉള്ളിവട ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു, ഉഴുന്നുവട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കള്ളിക്കാടമ്മ ഉഴുന്നുവടയുടെ ആളാണ്, അതുകൊണ്ട് ഉഴുന്നുവടയും വാങ്ങാം, ഉള്ളിവട എടുക്കാമെന്ന് കരുതി. ഉള്ളിവട എന്തായാലും ആയിട്ടുണ്ട്, ഉഴുന്നുവട ഉണ്ടാക്കുന്ന സമയം വരെ വെയിറ്റ് ചെയ്യാമെന്ന് കരുതിയേ. അങ്ങനെ ഉള്ളിവട വാങ്ങാൻ വന്നപ്പോഴാണ് കിച്ചണിൽ വിറകടുപ്പത്ത് കിടന്ന് ഉള്ളിവട ഉഴുന്നുവടയൊക്കെ ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അകത്ത് കയറി വീഡിയോ എല്ലാം എടുത്തു. ഈ കട വന്നിട്ട് മയിലക്കര എന്ന് പറഞ്ഞ്, കള്ളിക്കാട് ജംഗ്ഷൻ കഴിഞ്ഞ് മയിലക്കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ശിവൻ കോവിലിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു കുഞ്ഞു കടയുണ്ട് കേട്ടോ. ഇവിടെ വൈകുന്നേരങ്ങളിൽ മാത്രമേ ഉള്ളൂ, ഒരു 3-3:30 സമയത്ത് വന്നപ്പോഴേക്കും ഉണ്ട് കേട്ടോ. ആ സമയത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ഉള്ളിവടയും ഉഴുന്നുവടയൊക്കെ ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറയുന്നത്. അതിൽ ഉള്ളിവട ഞാൻ ഗ്യാരണ്ടി, ഉഴുന്നുവട ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷെ നല്ലതാണെന്നാണ് കേട്ടോ പറയുന്നത്. ഞങ്ങളിവിടെ നിന്ന് എല്ലാവർക്കും കൂടി ഉള്ളിവടയും വാങ്ങി, അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് മാത്രം ഉഴുന്നുവട വാങ്ങി. ഓൾറെഡി അവിടെ നിന്ന് സുഖിയാനെന്ന് പറഞ്ഞിട്ടുള്ള സാധനം 3 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഈ ഇഡ്ഡലി മാവിലൊക്കെ എന്തോ ഉണ്ടാക്കിയിട്ട് വറുത്തെടുക്കുന്ന സാധനമാണ് ഈ സുഖിയാൻ, അവർ പറയുന്ന സുഖിയാൻ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്ഥലത്ത് ഓരോ രീതി, ഓരോ പേര്, ഓരോ ടേസ്റ്റ്. അപ്പോൾ ആ കടയിൽ അലവാങ്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൂടോടെ വേണമെന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു, വയറിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ടും ഈ ഉള്ളിവട പിന്നീട് അവിടെ ഉണ്ടെങ്കിൽ വാങ്ങണമെന്നുള്ളത് കൊണ്ടും അവിടെ നിന്ന് അലവാങ്ക വാങ്ങാണ്ട് വന്നു കേട്ടോ. അലവാങ്ക കൂടി വാങ്ങിയിരുന്നെങ്കിൽ എല്ലാം കൂടി കുളമായേനെ. കുളമല്ല, എല്ലാം കൂടി ആര് കഴിക്കണത്, ഞാനതാ പറഞ്ഞേ. ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം കൂടി ഉണ്ടാകും, ഇല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ വായി നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സുഖിയാനുണ്ട്, ഉള്ളിവടയുണ്ട്, ഉഴുന്നുവടയുണ്ട്, ഒരു മേളം തന്നെ കേട്ടോ ചായക്ക് കടി. അപ്പോൾ അവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ സാധാ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആൾക്കാരുടെ സംസാരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എന്തേ ഒരു ചായയോടെ വാങ്ങി കുടിക്ക്,
എത്ര നമ്മൾ വീട്ടിൽ ചായ ഇട്ടാലും കടയിൽ നിന്ന് കുടിക്കുന്നതിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. ചേട്ടന്മാർ പറയാം കേട്ടോ, ഞാൻ പറഞ്ഞത് അത് സത്യം ചേട്ടാ. പക്ഷെ ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് കൊണ്ട് എന്തായാലും അവിടെ നിന്ന് ചായ കുടിച്ചേ പറ്റൂ, അതുകൊണ്ട് കുടിക്കുന്നില്ല. അങ്ങനെ ആ ചേട്ടൻ പറയണം, ഞാൻ എത്ര വീട്ടിൽ നിന്ന് കുടിച്ചാലും ഒരു ദിവസം എല്ലാ ദിവസവും ഒരു ചായയെങ്കിലും കടയിൽ വന്ന് കുടിക്കാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞാൽ ചേട്ടൻ ചായയും ഉള്ളിവടയൊക്കെ കഴിക്കുകയാണേ. അപ്പോൾ ഞങ്ങളും എല്ലാ ഉള്ളിവട എല്ലാം വാങ്ങി 2 ഉഴുന്നുവടയും വാങ്ങി നേരെ കള്ളിക്കാട് വീട്ടിലേക്ക് പോവുകയാണേ. വിഷു അല്ലേ, ഒന്ന് പോണ്ടേ, അങ്ങനെ പോയതാണ്. പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ കൈനീട്ടം കൊടുത്തു. എന്നോട് രാവിലെ ഏട്ടൻ പറഞ്ഞ് ഞാൻ കൊണ്ടുപോകില്ല എന്നൊക്കെയാണ് പറഞ്ഞത്, കള്ളിക്കാട് ഞാൻ നിന്നെ കൊണ്ടുപോകില്ല. പക്ഷേ അതെപ്പോഴും പറയുമെങ്കിലും പിന്നീട് സമയമാകുമ്പോൾ വിളിക്കും വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എന്തായാലും ചാടി കയറി പോവുകയും ചെയ്യും. അങ്ങനെ ചെന്ന പാടെ തന്നെ പൊതിയെല്ലാം അഴിച്ചു ഓരോന്നോരോന്നായിട്ട് കഴിക്കുകയാണ്. അപ്പൂനും അമ്മൂമ്മയ്ക്കും വേദയുടെ വക കൈനീട്ടം എല്ലാം കൊടുക്കുന്നുണ്ട്. വിഷു ആയാലും ഇതല്ലേ ഒരിത്, കൈനീട്ടം കൊടുക്കലും വാങ്ങലും ഒക്കെ ആയിട്ട് അങ്ങോട്ടും നഷ്ടം ഇങ്ങോട്ടും നഷ്ടം. പിന്നെ അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ ഇങ്ങോട്ടും കിട്ടും, അതുകൊണ്ട് വലിയ നഷ്ടമൊന്നും സംഭവിക്കത്തില്ല കേട്ടോ. അങ്ങനെ വേദയ്ക്കാണ് അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ കിട്ടി. വേദ തിരിച്ച് അപ്പൂപ്പനും വേദയ്ക്ക് കൈനീട്ടം എല്ലാം കൊടുത്തു, അമ്മൂമ്മ കൈനീട്ടം കൊടുത്തു. അങ്ങനെ കോള് തന്നെ കേട്ടോ. ഉള്ളിവിടെയൊക്കെ പിന്നെ എടുത്ത് വെച്ച് കഴിച്ചു കേട്ടോ. പിന്നെ ചായ കുടിക്കാനുള്ള സ്ഥലം വയറിലുണ്ടായില്ല, അതുകൊണ്ട് തന്നെ ചായയൊന്നും കുടിച്ചില്ല. ഉള്ളിവിടെയൊക്കെ കഴിച്ചപ്പോൾ പിന്നെ വയറ് നിറഞ്ഞു. സുഖിയാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ആ സാധനം കഴിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ കഴിച്ചപ്പോഴും എടുത്തില്ല എന്ന് തോന്നുന്നു, സോറി ഗൈസ്. ഇനിയിപ്പോൾ കള്ളിക്കാട് പോകുമ്പോൾ ആ സാധനം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് കാര്യമെല്ലാം പറഞ്ഞ ശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ചീമയും സച്ചുവിനെ ഒന്നും കണ്ടില്ല. ദീപചേച്ചിട്ട് അവിടെ പോകണമെന്ന് പറഞ്ഞു, അതും നടന്നില്ല കേട്ടോ. അവരവിടെ ഇല്ല, കല്യാണത്തിന് എന്തോ പോകുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇല്ലാത്തടത്ത് നമ്മളങ്ങനെ പോകുന്നത്, അവരെപ്പോൾ വിളിച്ചാലും അവരുണ്ടാവത്തില്ല, അതുകൊണ്ട് അങ്ങോട്ടേക്കുള്ള പോക്ക് ക്യാൻസലായി. അപ്പോൾ ചീമയെ വിളിച്ചപ്പോൾ സച്ചു ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ചീമ മാത്രം വരാൻ, ചീമയ്ക്ക് വരാൻ വണ്ടിയില്ല, സ്കൂട്ടർ നട്ടേത്തിരിക്കുകയാണ്. അത് തൊട്ടടുത്തല്ലേ, അപ്പോൾ കാറൊന്നും എടുത്തുകൊണ്ട് വരെയുള്ള ദൂരം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചീമയെ വിളിക്കാൻ പോയിട്ട് നേരെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറി ഐസ്ക്രീമൊക്കെ എടുക്കുക കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും എൻ്റെ ചീറ്റ് ഡേ ആണ്. ഞാൻ വീണ്ടും 1 കിലോ കുറഞ്ഞതാണ് ഗൈസ്. വീണ്ടും ഇന്നത്തെ സദ്യ എനിക്ക് പണി തോന്നുന്നു, നല്ല കാര്യമായിട്ട് കഴിച്ചു. വയറിൽ 1 ഇഞ്ച് സ്ഥലമില്ല, എങ്കിലും വീണ്ടും വന്ന് ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ്. ഇനി ഡയറ്റ് തുടങ്ങിയാൽ കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് വീണ്ടും വന്ന് ഐസ്ക്രീമൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് സിനിമയ്ക്ക് പോകുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് പോകാൻ മരണമാസം കാണാൻ പോകാമെന്ന് പറഞ്ഞ് ബുക്ക് മൈ ഷോയിലൊക്കെ നോക്കിയപ്പോഴേക്കും സീറ്റ് ഫുള്ള് കേട്ടോ. ഫ്രണ്ടിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോ സീറ്റ് ഉള്ളതല്ലാണ്ട് ബാക്കിലോട്ടൊന്നും സീറ്റേ ഇല്ല. ഇന്ന് ഹോളിഡേ കൂടെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേയാട് ഒരു തിയേറ്റർ ഉണ്ട്, അവിടെ കയറി ഞാൻ ഓൾറെഡി. അപ്പോൾ ഇപ്പോൾ ടിക്കറ്റ് എടുക്കണോ വന്നിട്ട് ടിക്കറ്റ് എടുത്താൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് പോയാൽ ബാക്കിൽ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് പേയാട് ഇറങ്ങിയിട്ട് സെക്കൻഡ് ഷോയ്ക്ക് ഒരു ടിക്കറ്റ് ഞങ്ങൾക്ക് 3 പേർക്കും ടിക്കറ്റും എടുത്ത ശേഷം നേരെ വീട്ടിൽ വന്നു. ചീമ കൈനീട്ടം കൊടുക്കുകയാണ് എല്ലാവർക്കും. എനിക്ക് കൈനീട്ടം, ഏട്ടന് കൈനീട്ടം, കൊച്ചിന് കൈനീട്ടം, എല്ലാവർക്കും കൂടി കൊടുക്കുകയാണ്. സച്ചു ചേട്ടൻ തന്ന കൈനീട്ടം, ഞാൻ തന്ന കൈനീട്ടം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ്. വേദ ഇപ്പോഴും ചീമയെന്നും സച്ചുവിനെ സച്ചു ചേട്ടാന്നാണ് വിളിക്കുന്നത്. ശരിക്കും അവളുടെ കുഞ്ഞമ്മയും കൊച്ചിച്ചനുമാണ്. അങ്ങനെ ഞാൻ ചീമയ്ക്ക് കൈനീട്ടം കൊടുക്കുകയാണ്. ഞാൻ 500 രൂപയായിട്ടാണ് കൈനീട്ടം കൊടുത്തത്. അപ്പോൾ ചീമ പറയണം ഹായ് 500 രൂപ കിട്ടി. ഞാൻ പറഞ്ഞു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് 500 രൂപ കാണിച്ചത്, വീഡിയോ കട്ട് ചെയ്ത ശേഷം 500 രൂപ തിരിച്ച് തരണം, ഞാൻ 100 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചീമ പറഞ്ഞില്ല, തെളിവുണ്ട്, നീ എങ്ങനെ പറ്റിച്ചാലും ഞാൻ ഈ 500 രൂപയും കൊണ്ട് അടുത്ത് ഞാനൊരു ലൈവ് ഇടുമെന്നൊക്കെ അങ്ങനെ ചീമ പറയുന്നുണ്ടേ. അങ്ങനെ ചീമയും കുറച്ച് സമയം ഇരുന്ന ശേഷം നമ്മൾ അടുത്ത് ചീമയെ ഞാൻ കൊണ്ടാക്കിയ ശേഷം നമ്മളടുത്ത് സിനിമയ്ക്ക് പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. ഇന്നലെ ചീമയൊക്കെ മരണമാസം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. കൊള്ളാമോ എന്ന് ചോദിച്ചപ്പോൾ കൊള്ളാൻ, ചിരിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതുപോലെ ഒരു വൃത്തികെട്ട സിനിമ ഇല്ല കേട്ടോ. വിഷുവിടെ ആയതുകൊണ്ട് തിയേറ്റർ ഫുള്ള്, പക്ഷേ സിനിമ കൊള്ളത്തില്ല. ചിരിക്കാനെന്നൊക്കെ ചീമ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും എനിക്കതിൽ വലുതായിട്ട് ചിരിക്കാനൊന്നും തോന്നിയില്ല. ഒരു കഥയും ഇല്ലാത്തൊരു സിനിമയായിട്ടാണ് മരണമാസം എനിക്ക് തോന്നിയത്. എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും. എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത്. വേദയ്ക്കും ഇഷ്ടമായില്ല, ഏട്ടനും ഇഷ്ടമായില്ല. ഞങ്ങളങ്ങനെ പൊതുവേ സിനിമ കാണാൻ പോകുന്ന കൂട്ടത്തിലല്ല. അത്രയും നല്ല സിനിമ എന്നൊക്കെ പറഞ്ഞാലേ പോകത്തുള്ളൂ. പിന്നെ വേദ ഒരുപാട് നാളായില്ലേ സിനിമയ്ക്കൊക്കെ പോയിട്ട്. വേദയ്ക്ക് കാണണമെന്ന് ചോദിച്ചപ്പോൾ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഇറങ്ങി തിരിച്ചത്. അതും വേദയ്ക്ക് സെക്കൻഡ് ഷോയ്ക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ നാളെ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇല്ല, അവൾക്ക് സെക്കൻഡ് ഷോയ്ക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ സെക്കൻഡ് ഷോയ്ക്ക് പോകാം ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്തെങ്കിലും തിയേറ്റർ എത്തിയപ്പോൾ എനിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട്. രാവിലെ എണീറ്റതിൻ്റെ ക്ഷീണവും ഒക്കെ ഉണ്ട്, വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വയറിലൊരു ഇഞ്ച് സ്ഥലം ഇല്ലെങ്കിലും അവിടെ ചെന്നപ്പോൾ ഒരു കോഫി കുടിക്കുക. അപ്പോൾ ക്ഷീണമെല്ലാം മാറുമല്ലോ എന്ന് പറഞ്ഞ് കോഫി കുടിക്കാനായിട്ട് കയറി. ഭയങ്കര തിരക്ക് കേട്ടോ. അത്ര വലിയ തിയേറ്ററൊന്നും അല്ല, ഒരു കുഞ്ഞ് സാധാ തിയേറ്ററാണ്. പക്ഷേ ആ വലിയ തിരക്കും വേറെ പ്രശ്നങ്ങളും ഒന്നുമില്ലാത്ത ഒരു കുഞ്ഞ് തിയേറ്റർ. അതിനുള്ള റേറ്റ് അവർ വാങ്ങുന്നുള്ളൂ. നമുക്കിപ്പോൾ അത്യാവശ്യം ഇതുപോലെയൊക്കെ വന്ന് കാണാനും എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു തിയേറ്റർ തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഫുള്ള്. വൈകുന്നേരം ഒരു 5 മണിക്ക് വന്ന് ഞാനിവിടെ ടിക്കറ്റ് എടുത്തത് കൊണ്ട് നമുക്ക് ബാക്ക് സീറ്റിൽ അത്യാവശ്യം നല്ലൊരു സീറ്റ് കിട്ടി.
ഈ വിഷു ആയതുകൊണ്ട് ഹോളിഡേ ആയതുകൊണ്ട് നല്ല തിരക്ക് കേട്ടോ. ആ തിയേറ്റർ ഫുള്ളായിരുന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ട് ആ സിനിമ ഒന്നുമില്ല കൊള്ളത്തേയില്ല, പന്ന സിനിമ. ആക്ച്വലി ബേസിൽ ജോസഫിൻ്റെ എല്ലാ മൂവീസും നല്ലതാണല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ വന്നിട്ട് അത്രയും ഇല്ലാത്തത് കൊണ്ടാവാം ഒരു OTT ഫിലിമൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലാതെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഒന്നുമില്ല. എന്തായാലും കുഴപ്പമില്ല. കുറച്ച് സമയം പോയി കിട്ടിയല്ലോ. രാത്രി എന്ത് സമയം പോകാനല്ലേ, കിടന്ന് ഉറങ്ങേണ്ട നേരത്ത് സിനിമയ്ക്ക് വന്നാൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ നല്ല സിനിമയൊക്കെ ആയിരുന്നെങ്കിൽ അത്രയും വിഷമം വരില്ലായിരുന്നു കേട്ടോ. എങ്കിലും കുഴപ്പമില്ല. പിന്നെ വേദയ്ക്ക് നാളെ ക്ലാസ്സില്ല, വേറെ രാവിലെ നാളെ എണീറ്റിട്ടൊന്നും പ്രത്യേകിച്ച് പരിപാടികളില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ഇന്ന് വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങ് മടിച്ചു. വിഷുവായിട്ട് സമയമേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പിന്നെ ഡാൻസ് ക്ലാസ്സിന് പോയില്ല. ഇനി 2-3 ദിവസം അടുപ്പിച്ച് വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. നമ്മൾ കയറിയപ്പോൾ തന്നെ നമ്മൾ 9:30 കേട്ടോ സെക്കൻഡ് ഷോ. ഞങ്ങൾ 9 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയപ്പോൾ അവിടെ എത്തി ഒരു കോഫി കുടിക്കുന്ന നേരം കൊണ്ട് അവിടെ ഓപ്പൺ ചെയ്തു. എന്നിട്ട് അകത്ത് കയറിയപ്പോൾ തന്നെ 9:25 ആയി. സിനിമ തുടങ്ങാനുള്ള സമയമായി. പോപ്കോൺ ഇൻ്റർവെല്ലിന് മതിയെന്ന് പറഞ്ഞ് അങ്ങനെ വേദ ഇരിക്കുകയാണ്. വേദയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ ഈ തിയേറ്ററിൽ വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ സൗകര്യം കൂടി നോക്കണ്ടേ. ഈ സിനിമ ഈ തിയേറ്ററിൽ വന്ന് കാണുന്നത് തന്നെ ധാരാളം കേട്ടോ. അങ്ങനെ കൊള്ളില്ലാത്ത തിയേറ്ററൊന്നുമല്ല. ഓക്കെ അത്രയേ ഉള്ളൂ. അങ്ങനെ സിനിമ സ്റ്റാർട്ട് ചെയ്തു, കണ്ടു, കൊള്ളില്ല എന്ന് മനസ്സിലായി. അടുത്ത ഇൻ്റർവെല്ല് വന്നു. വേദയ്ക്ക് പിന്നെ പോപ്കോൺ എല്ലാം വാങ്ങിക്കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ വർഷത്തെ വിഷു വിശേഷം എന്ന് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാത്തതിൽ ഒരു സോറി ഉണ്ട് കേട്ടോ. കാരണം ഉച്ചയ്ക്ക് എഡിറ്റ് ചെയ്തിടാമെന്ന് പറഞ്ഞ് ഞാൻ വന്നിരുന്നപ്പോഴാണ് നേരെ പിന്നെ കള്ളിക്കാടേക്ക് പോയത്. അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യാൻ നമ്മൾ വല്ലപ്പോഴും പോകുമ്പോൾ അവിടെ ചെന്ന് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയില്ലല്ലോ, കാര്യമൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് വൈകിട്ടെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യാൻ എഴുതിയപ്പോൾ ചീമ വന്നു. ചീമയും പോയിട്ട് നിന്നപ്പോഴാണ് സിനിമയ്ക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തത്. അങ്ങനെ സിനിമയ്ക്ക് പോയി. അപ്പോൾ ഒട്ടും സമയം കിട്ടിയില്ല. അതുകൊണ്ട് 1-2 റീൽസൊക്കെ ഇൻസ്റ്റയിൽ അവിടെ ഇവിടെയൊക്കെ പോസ്റ്റ് ചെയ്തതല്ലാതെ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇന്നലത്തെ വിഷുവിൻ്റെ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യേണ്ടി വന്നത്. പായസത്തിൻ്റെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ പടവും കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. ഇന്നത്തെ വിശേഷത്തിൽ